നമസ്കാരം. സഭാവിശേഷങ്ങളുമായി മാർത്തോമാ ന്യൂസ്. സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവരെ ചേർത്ത് നിർത്തുന്ന മാർത്തോമാ സഭയുടെ കരുതൽ ശുശ്രൂഷയ്ക്ക് സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം. ട്രാൻസ്ജെൻഡേഴ്സിന്റെ പുനരധിവാസത്തിനായുള്ള മാർത്തോമാ നവോദയ പ്രസ്ഥാനം ആവിഷ്കരിച്ച ട്രാൻസ്ഫാമിലൂടെ അതിജീവനം സാധ്യമാക്കിയ ശ്രാവന്തികയെ സംസ്ഥാന സർക്കാർ മികച്ച ട്രാൻസ്ജെൻഡർ കർഷകയ്ക്കുള്ള അവാർഡ് നൽകി ആദരിച്ചു. ചിങ്ങം 1 കർഷക ദിനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് ശ്രാവന്തികയും കുടുംബവും അവാർഡ് ഏറ്റുവാങ്ങി. ജീവിത വഴിയിൽ നേരിട്ട ഒറ്റപ്പെടലും ദുരിതങ്ങളും അതിജീവിക്കാൻ ശ്രാവന്തികയ്ക്ക് തുണയായത് മാർത്തോമാ സഭയുടെ നവോദയ മൂവ്മെന്റും ട്രാൻസ്ഫോമുമായിരുന്നു. ചെങ്ങന്നൂർ മുളക്കുഴയിൽ സഭ നൽകിയ 2 ഏക്കറിൽ പൊന്നു വിളയിക്കുകയായിരുന്നു ശ്രാവന്തികയും കുടുംബവും. 2022 ആരംഭിച്ച ഫാമിൽ വാഴയും പച്ചക്കറിയും കപ്പയും കിഴങ്ങുവർഗ്ഗങ്ങളും നന്നായി വിളവിട്ടു. മീൻ, കോഴി, താറാവ്, പശു വളർത്തലും ആരംഭിച്ചു. 2012 മുംബൈ ഭദ്രാസനത്തിലായിരുന്നു നവോദയ പ്രസ്ഥാനത്തിന്റെ ആരംഭം. സ്വന്തം ഭവനങ്ങളിൽ നിന്ന് നിഷ്കാസിതരാകുന്ന ട്രാൻസ്ജെൻഡേഴ്സിനെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ ചേർത്ത് നിർത്തി പുനരധിവാസം ഒരുക്കുകയായിരുന്നു ലക്ഷ്യം. 2021 ആരംഭം കുറിച്ച ട്രാൻസ്ഫോമുകളാണ് പുനരധിവാസ പദ്ധതികളിൽ മുഖ്യ ആകർഷണമായത്. കൃഷിയും വളർത്തുമൃഗങ്ങളുടെ പരിപാലനവുമായി വിഴിഞ്ഞം, കൊല്ലം, പരവൂർ, ചെങ്ങന്നൂർ, മുളക്കുഴ, കോട്ടയം, കോഴിക്കോട്, പാലക്കാട്, പത്തനംതിട്ട എന്നിവിടങ്ങളിലായി 11 ട്രാൻസ്ഫോമുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നു. ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ ചെയർമാനായും റെവറൻഡ് മാത്യു ഫിലിപ്പ് ഡയറക്ടറായും നവോദയ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി വരുന്നു. വളരെ ലളിതമായ ഭാഷയിൽ വളരെ അടുക്കും ചിട്ടയുമായി വലിയ വലിയ ആശയങ്ങൾ സംവേദനം ചെയ്യുവാൻ തക്കവണ്ണമുള്ള ഒരു അപൂർവ കഴിവ് അദ്ദേഹത്തിനുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം കേട്ടാൽ ഒരു 5 പ്രസംഗമെങ്കിലും പറയാനുള്ള വഹ അതിലുണ്ട് എന്ന്. അതേറെ സത്യവുമാണ്. പ്രസംഗത്തിൽ മാത്രം ഒതുങ്ങിച്ചേരുന്നതല്ലായിരുന്നു അദ്ദേഹം, അതിലപ്പുറമാണ്. ആശയവിനിമയം സാധ്യമായി തീരുന്നത് വാക്കുകളിലൂടെ മാത്രമല്ലല്ലോ. വാക്കും പ്രവൃത്തിയും ജീവിതവും ഒത്തുചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആശയവിനിമയം സാധ്യമായിട്ട് തീരുക. ഭാഗ്യസ്മരണീയനായ ഡോക്ടർ സക്കറിയാസ് മാർ തെയോഫിലോസ് സഫ്രഗൻ മെത്രാപ്പോലീത്തയുടെ ധന്യമായ ജീവിതം അനുസ്മരിച്ച് മാർത്തോമാ സഭ ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനം ആറാട്ടുപുഴ തരംഗം മിഷൻ ആക്ഷൻ സെന്ററിൽ സംഘടിപ്പിച്ച സ്മാരക പ്രഭാഷണത്തിൽ ഡോക്ടർ യാക്കെ മാർ കുർലോസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത അധ്യക്ഷനായിരുന്നു. ആഴമായ ദൈവബോധവും വ്യക്തമായ ക്രിസ്തു ദർശനവുമായിരുന്നു ഡോക്ടർ സക്കറിയാസ് മാർ തെയോഫിലോസ് സഫ്രഗൻ മെത്രാപ്പോലീത്തയുടെ വ്യത്യസ്തതയെന്ന് സഫ്രഗൻ മെത്രാപ്പോലീത്ത അനുസ്മരിച്ചു. റിട്ടയർഡ് DGP ജേക്കബ് പുന്നു സ്മാരക പ്രഭാഷണം നിർവഹിച്ചു. പിന്നീട് തിരുമേനി അച്ഛനായിട്ടും തിരുമേനി ആയതിനു ശേഷമൊക്കെ പല പ്രാവശ്യം പല രംഗങ്ങളിൽ, പല ചടങ്ങുകളിൽ, പല വേദികളിൽ തിരുമേനിയോടൊപ്പം സമയം ചെലവഴിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അവയെല്ലാം വളരെ സൗഭാഗ്യമുള്ള സ്മരണകളായിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ താലോലിച്ച് സൂക്ഷിക്കുന്ന അവസരങ്ങളുമാണ്. അവരുടെ ശ്രേഷ്ഠമായിട്ടുള്ള സേവനങ്ങൾ, നേതൃത്വം ഒക്കെ ലഭിച്ച ഭാഗ്യം ചെയ്ത സഭയാണ് മലങ്കര മാർത്തോമാ സുറിയാനി സഭ. വികാരി ജനറൽമാരായ വെരി റെവറൻഡ് ജയൻ തോമസ്, വെരി റെവറൻഡ് ജോർജ് മാത്യു, സഭാ വൈദിക ട്രസ്റ്റി റെവറൻഡ് ഡേവിഡ് ഡാനിയൽ, ഭദ്രാസന സെക്രട്ടറി റെവറൻഡ് സാംസൺ എം ജേക്കബ്, ട്രഷറർ ജോജി ചെറിയാൻ, റെവറൻഡ് രഞ്ജി വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്ഥാപക ദിനത്തിൽ സ്തോത്രാർപ്പണം ഒരുക്കി മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘം. 136 ജന്മദിനത്തിൽ കല്ലിശ്ശേരി കടവിൽ മാളികയിൽ ഒരുക്കിയ സ്തോത്രാർപ്പണത്തിലും വിശുദ്ധ കുർബാനയിലും ഒട്ടേറെ വിശ്വാസികൾ പ്രാർത്ഥനാപൂർവ്വം പങ്കെടുത്തു. സംഘം ജനറൽ സെക്രട്ടറി റെവറൻഡ് എബി കെ ജോഷ്വ വിശുദ്ധ കുർബാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. സംഘം ഗോസ്പൽ ടീം ഡയറക്ടർ റെവറൻഡ് സുനിൽ ഇ ജോൺ, LIC ചെയർമാൻ റെവറൻഡ് ജാക്സൺ ജോസഫ്, റെവറൻഡ് സാബു ഐസക്, റെവറൻഡ് ജോൺ നോക്സ്, പ്രൊഫസർ അജിത് കെ വർഗീസ്, സുവിശേഷകൻ ജെയിംസ് വർഗീസ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, സുവിശേഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രകാശിക്കുന്നതിന് വേണ്ടി പ്രകാശിക്കുക എന്ന മാർത്തോമാ സഭയുടെ ആപ്തവാക്യം അന്വർത്ഥമാക്കി 11 ആത്മാവിനും ഒരു വൈദികനും 1888 സെപ്റ്റംബർ 5 ചെങ്ങന്നൂരിനടുത്തുള്ള കല്ലിശ്ശേരി കടവിൽ മാളിക മുറിയിൽ പ്രാർത്ഥനാപൂർവ്വം ഒത്തുകൂടുകയും പരിശുദ്ധാത്മ പ്രേരണയാൽ സുവിശേഷം ഘോഷിക്കുവാൻ ഒരു സംഘടന രൂപീകരിക്കണമെന്ന ആലോചനയിൽ മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘത്തിന് രൂപം കൊടുക്കുകയും
നടക്കുകയുമായിരുന്നു. ആദ്യ ദശകങ്ങളിൽ മധ്യ തിരുവിതാംകൂറിലും കടൽ തീര പ്രദേശങ്ങളിലും സുവിശേഷ പ്രവർത്തനം നിർവഹിച്ച സംഘം മലബാറിലേക്കും തെക്കൻ തിരുവിതാംകൂറിലേക്കും പ്രവർത്തനം വ്യാപിപ്പിച്ചു. 1905 കേരളത്തിന് വെളിയിൽ ഹോണവാറിലും അങ്കോലയിലും 1940കളിൽ മധ്യഭാരതത്തിലെ സിഹോറയിലും തുടർന്നുള്ള ദശകങ്ങളിൽ ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളിലും സംഘത്തിന്റെ സുവിശേഷ പ്രവർത്തനങ്ങൾ വ്യാപിച്ചു. ഭാരതത്തിലാകമാനം 2740ഓളം ഗ്രാമങ്ങളിൽ സംഘത്തിന്റെ നേതൃത്വത്തിൽ സുവിശേഷ ഘോഷണം വിവിധ മാധ്യമങ്ങളിലൂടെ നിർവഹിച്ചു വരുന്നു. മുഴുവൻ നഷ്ടപ്പെട്ട് അന്ന് മലങ്കര മെത്രാപ്പൊലിത്തി ആയിരുന്ന, അതിനു മുൻപ് ആയിരുന്ന മച്ചീസ് മാർ അഥനാസിയോസിന് ശേഷം പാലക്കുന്നത്ത് തോമസ് മാർ അഥനാസിയോസ് മലങ്കര മെത്രാപ്പൊലിത്തിയായി ശുശ്രൂഷ ചെയ്യുന്ന നാളുകൾ വളരെ വേദനാജനകമായിട്ടുള്ള സാഹചര്യത്തെ മാർത്തോമാ വിശ്വാസികൾ അഭിമുഖീകരിക്കുക. ഭൗതിക സ്വത്ത് അന്നത്തെ ഒരു പശ്ചാത്തലത്തിൽ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ ഒന്നുമില്ല എന്നാണ് ലോകം വിധി എഴുതാറുള്ളത്. ഇന്നും പലപ്പോഴും അങ്ങനെ. എന്നാൽ അന്ന് ഇന്ത്യയിലെ ഒരു കോടതിക്കും വിധി പ്രസ്താവിക്കാൻ സാധിക്കാത്ത 3 കാര്യങ്ങൾ മലങ്കരയിലെ മാർത്തോമാ മക്കൾക്കുണ്ടായിരുന്നു. 1 ആഴമേറിയ പ്രാർത്ഥനാ ജീവിതവും, 2 ഈ ദൈവവചനത്തോടുള്ള പ്രതിബദ്ധതയും, 3 സുവിശേഷത്തോടുള്ള തൽപരത, ഭാരതം മുഴുവൻ അറിയിക്കണമെന്നുള്ള ഒരു വലിയ ദാഹം. ഈ 3 കാര്യങ്ങളുടെ മേൽ ഒരു കോടതിക്കും മാർത്തോമാ വിശ്വാസികൾക്ക് സാധ്യമല്ല എന്ന് പറയുവാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ നമുക്ക് നമ്മുടെ മാതാപിതാക്കൾ ഈ കൈമുതലായതുള്ളത് ഊതിക്കത്തിച്ചപ്പോൾ അവിടെ ദൈവം തമ്പുരാൻ ക്രൈസിസിന്റെ മധ്യത്തിൽ പുതിയൊരു ശുശ്രൂഷ ആരംഭിക്കാൻ ദൈവം ഈ തിരുസഭയെ ഒരുക്കുകയാണ്. സുവിശേഷക സേവികാ സംഘം സെപ്റ്റംബർ 8 ഞായർ സേവികാ സംഘ ദിനമായി ആചരിക്കും. സ്ത്രീകൾ സുവിശേഷത്തിന്റെ സാക്ഷികൾ എന്നതാണ് ചിന്താവിഷയം. അതേ ദിവസം പ്രത്യേക ആരാധനക്രമം ഉപയോഗിച്ചുള്ള ശുശ്രൂഷ ഒരുക്കുകയും സ്ത്രീകൾ കൂടുതലായി ആരാധനയിൽ സഹകരിക്കുകയും വചന ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്യും. സംഘദിനത്തിനായി പ്രത്യേകം തയ്യാറാക്കിയ പാട്ട് സംഘം ശാഖാ ഗായക സംഘങ്ങൾ ആരാധനാ മധ്യേ ആലപിക്കും. പാപഭംഗിലമായ ലോകത്ത് ദൈവരാജ്യ മൂല്യങ്ങളിൽ തലമുറകളെ വളർത്താൻ കുടുംബങ്ങൾക്ക്, പ്രത്യേകിച്ച് അമ്മമാർക്ക് വലിയ പങ്കുണ്ടെന്ന് സംഘം പ്രസിഡന്റ് ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ ഇടവകകൾക്ക് അയച്ച സർക്കുലറിൽ ഓർമ്മിപ്പിച്ചു. ക്രിസ്തു ദർശനവും സാമൂഹ്യ അവബോധവുമുള്ള തലമുറയാണ് രൂപപ്പെടേണ്ടത്. സഭയുടെ വൈവിധ്യമാർന്ന ദൗത്യ മേഖലകളിൽ പ്രവർത്തിക്കുവാൻ ദൈവവിളിയും പ്രാപ്തിയുമുള്ള സ്ത്രീകൾ മുന്നോട്ട് വരണം. ഇതിൽ സേവികാ സംഘം ശാഖകൾക്ക് പ്രത്യേക ഉത്തരവാദിത്വമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്തയുടെ പട്ടത്ത് സുവർണ ജൂബിലിയുടെ ഭാഗമായി സഭയായി ആവിഷ്കരിച്ച അഭയം പദ്ധതിയിൽ നിർമ്മാണം പൂർത്തിയായ 72ാമത്തെ വീടിന്റെ താക്കോൽ കൈമാറി. തിരുവല്ല സെന്റ് തോമസ് മാർത്തോമാ ഇടവകയിൽ ഒരു നിർധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയ വീടിന്റെ കൂദാശ മെത്രാപ്പോലീത്ത നിർവഹിച്ചു. സീനിയർ വികാരി ജനറൽ വെരി റവറൻ ഈശോ മാത്യു, അഭയം പദ്ധതി ഭവന നിർമ്മാണ കോർഡിനേറ്റർ റവറൻ VS കറിയ, തിരുവല്ല സെന്റ് തോമസ് ഇടവക വികാരി റവറൻ മാത്യു വർഗീസ്, സഹവികാരി റവറൻ M മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. അഭയം പദ്ധതിയിൽ തലപ്പാടി മാർത്തോമാ ഇടവകയിൽ നിർമ്മിച്ച 71ാമത്തെ വീട് കോട്ടയം കൊച്ചി ഭദ്രാസന അധ്യക്ഷൻ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ കൂദാശ ചെയ്തു. വികാരി ജനറൽ വെരി റവറൻ മാത്യു ജോൺ, ഭദ്രാസന സെക്രട്ടറി റവറൻ അലക്സ് ഇബ്രഹാം, അഭയം പദ്ധതി കോർഡിനേറ്റർ റവറൻ VS കറിയ, ഇടവക വികാരി റവറൻ ജോൺ ഉമ്മൻ തുടങ്ങിയവർ പങ്കെടുത്തു. തിരുവല്ല സെന്റ് തോമസ് മാർത്തോമാ ഇടവകയുടെ പ്രത്യേകമായുള്ള താല്പര്യത്തിൽ അഭയ പ്രോജക്റ്റിലൂടെ ചെയ്ത് പൂർത്തീകരിച്ചതായിട്ട് വീടാകുന്നു. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പ്രിയപ്പെട്ട അച്ഛന്മാർ നമ്മളോട് പറയുന്നത് അത് പാർക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് ദൈവത്തിന് അനുഗ്രഹത്തോടും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു.
95-ാം വയസ്സിലേക്ക് പ്രവേശിക്കുന്ന റാന്നി നിലയ്ക്കൽ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പോലീത്തയുടെ ജന്മദിന സ്തോത്ര ശുശ്രൂഷയും പൊതുസമ്മേളനവും സെപ്റ്റംബർ 8 ഞായർ റാന്നി മന്ദമരുതി ബഥേൽ മാർത്തോമ പള്ളിയിൽ നടത്തും. രാവിലെ 8 മണിക്ക് ആരംഭിക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത നേതൃത്വം നൽകും. 10:30 പൊതുസമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. മാർത്തോമ യുവജന സഖ്യം മുംബൈ സെന്ററിന്റെ നേതൃത്വത്തിൽ ഒരു ദിവസം 4 സെന്ററുകളിലായി നടന്ന യുവജന സമ്മേളനങ്ങൾ പുത്തൻ ആത്മീയാനുഭവമായി. ഗുജറാത്ത്, മുംബൈ, നവി മുംബൈ, കല്യാൺ സെന്ററുകളിലായി നടന്ന സമ്മേളനങ്ങളിൽ ധാരാളം യുവജനങ്ങൾ പങ്കെടുത്തു. അഹമ്മദാബാദ് മാർത്തോമ പള്ളിയിൽ നടന്ന കോൺഫറൻസിന് റവറൻ അലൻ ടി സാമുവലും, കല്യാൺ സെന്ററിൽ അംബർനാഥ് ജെറുസലേം മാർത്തോമ പള്ളിയിൽ നടന്ന സമ്മേളനത്തിന് റവറൻ ഷിനോയ് തോമസും, മുളുൻ പള്ളിയിൽ നടന്ന കോൺഫറൻസിന് റവറൻ പ്രതീഷ് ജോർജ്, റജി സാമുവൽ എന്നിവരും നേതൃത്വം നൽകി. മുംബൈയിൽ നടന്ന കോൺഫറൻസിന് റവറൻ സാംസൺ സാമുവൽ നേതൃത്വം വഹിച്ചു. ബൈബിൾ പഠനങ്ങളും ഗാന ശുശ്രൂഷയും പൊതുവിഷയങ്ങളിലുള്ള ചർച്ചകളുമായി കോൺഫറൻസ് സജീവമായി. കൊട്ടാരക്കര മാർത്തോമ എപ്പിസ്കോപ്പൽ ജൂബിലി മന്ദിരത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള മന്ദിരം പകൽ വീടിന്റെ 1ാം വാർഷികം ആഘോഷിച്ചു. മാർത്തോമ സഭ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനാധ്യക്ഷൻ ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യവകുപ്പ് റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ NN മുരളി മുഖ്യ സന്ദേശം നൽകി. ജൂബിലി മന്ദിരം സൂപ്രണ്ട് റവറൻ ഷിബു സാമുവൽ, കൺവീനർ പ്രൊഫസർ ഡോക്ടർ ജേക്കബ് തോമസ്, വികാരി ജനറൽ റവറൻ KY ജേക്കബ്, സെയിന്റ് ഗ്രിഗോറിയോസ് കോളേജ് മാനേജർ പ്രൊഫസർ ഫാദർ ബേബി തോമസ്, ഭദ്രാസന സെക്രട്ടറി റവറൻ ഷിബു ഇബ്രഹാം ജോൺ, ട്രഷറർ ജോർജ് പണിക്കർ, റവറൻ ജോർജ് വർഗീസ്, പ്രൊഫസർ സുശീല ഭട്ട്, പ്രൊഫസർ G ജേക്കബ് മാത്യു ഗുരാക്കാരൻ, റവറൻ സ്കറിയ തോമസ്, PG ജേക്കബ്, AC തോമസ് എന്നിവർ പ്രസംഗിച്ചു. മേൽപ്പെട്ട സ്ഥാനത്ത് 14 വർഷം പിന്നിടുന്ന ഭദ്രാസനാധ്യക്ഷൻ ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പയെ സമ്മേളനം ആദരിച്ചു. മാർത്തോമ സഭ ഡൽഹി ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ യുഹാനോൻ മാർത്തോമ സ്മാരക പ്രഭാഷണം ന്യൂഡൽഹി YWCAയിൽ സംഘടിപ്പിച്ചു. മാർത്തോമ സഭ കോട്ടയം കൊച്ചി ഭദ്രാസനാധ്യക്ഷൻ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു. ഡൽഹി ഭദ്രാസനാധ്യക്ഷൻ സക്രിയാസ് മാർ അപ്രേം എപ്പിസ്കോപ്പ അധ്യക്ഷനായിരുന്നു. റീകെൻഡ്ലിംഗ് ഫെയ്ത്ത് ഇൻ എ ന്യൂ ഏജ് ഇറ ദ ലെഗസി ഓഫ് ഡോക്ടർ യുഹാനോൻ മാർത്തോമ മെട്രോപൊളിറ്റൻ എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് റോയ് P. തോമസ് IFS പ്രഭാഷണം നടത്തി. ഭദ്രാസന സെക്രട്ടറി റവറൻ സാം ഇബ്രഹാം, ട്രഷറർ AJ ഫിലിപ്പ്, കൺവീനർ റവറൻ ഡാനിയൽ തോമസ് എന്നിവർ നേതൃത്വം നൽകി. ആലുവ ശാന്തിഗിരി ആശ്രമത്തിന്റെ 31ാമത് ശാന്തി പ്രഭാഷണം സെപ്റ്റംബർ 7 ശനിയാഴ്ച ശാന്തിഗിരി അർച്ചന ഓഡിറ്റോറിയത്തിൽ ഒരുക്കും. ശാന്തിഗിരി ട്രസ്റ്റ് വൈസ് ചെയർമാൻ ഡോക്ടർ ഐസക് മാർ ഫിലിക്സ് റോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായിരിക്കും. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് പീസ് ത്രൂ കൾച്ചറൽ ഡിസാർമമെന്റ് എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തും. പെരുമ്പാവൂർ സെയിന്റ് പോൾസ് മാർത്തോമ ഇടവക ഗായക സംഘം ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും. മാർത്തോമ സഭ അടൂർ ഭദ്രാസന വൈദിക വാർഷിക സമ്മേളനം സമാപിച്ചു. മലങ്കര ഓർത്തഡോക്സ് സഭ ഇടുക്കി ഭദ്രാസന അധ്യക്ഷൻ സഖറിയ മാർ സെവേരിയോസ് മെത്രാപ്പോലീത്ത ഉദ്ഘാടനം ചെയ്തു. വൈദിക സമൂഹത്തോട് വിശ്വസ്തതയും കടപ്പാടുമുള്ളവരായിരിക്കണമെന്ന് മാർ സെവേരിയോസ് ആഹ്വാനം ചെയ്തു. ഭദ്രാസന അധ്യക്ഷൻ മാത്യൂസ് മാർ സെറാഫിം എപ്പിസ്കോപ്പ അധ്യക്ഷനായിരുന്നു. ശുശ്രൂഷ ബന്ധങ്ങളുടെ ഉദ്യാനം എന്ന വിഷയത്തിൽ റവറൻ ഡെനിയ ഫിലിപ്പ് മുഖ്യപ്രഭാഷണം നടത്തി. വികാരി ജനറൽ വെരി റവറൻ KV ചെറിയാൻ, റവറൻ റിൻസി തോമസ്, റവറൻ കിരൺ സാമുവൽ, റവറൻ TA കോശി വൈദ്യൻ, ഡോക്ടർ ജോജി ജോൺ പണിക്കർ, ഭദ്രാസന സെക്രട്ടറി റവറൻ BB ജോൺ, ട്രസ്റ്റി ബിനു P. രാജൻ, റവറൻ അജിത് K. തോമസ് എന്നിവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി. മാർത്തോമ സന്നദ്ധ സുവിശേഷക സംഘം ഡൽഹി ഭദ്രാസന വാർഷിക കോൺഫറൻസ് ഡൽഹി ഗുരുഗ്രാം ഷോഫ ക്യാമ്പ് സെന്ററിൽ ആരംഭിച്ചു. 8 സമാപിക്കും. ഡൽഹി ഭദ്രാസന അധ്യക്ഷൻ സക്കറിയാസ് മാർ അപ്രേം എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു. കോട്ടയം TMAM ഓറിയന്റേഷൻ സെന്റർ ഡയറക്ടർ റവറൻ ബോബി മാത്യു ആത്മീയ ജീവിതത്തിലെ സുതാര്യത എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. റവറൻ റെന്നി ഫിലിപ്പ് വർഗീസ്, റവറൻ നെബു K. വർഗീസ്, റവറൻ അനീഷ് മാത്യു എന്നിവർ ബൈബിൾ പഠനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. സംഘം ശതാബ്ദി സമ്മേളനം 7 ശനിയാഴ്ച രാവിലെ 11 ഒരുക്കും. ഡൽഹി സെന്റർ ആതിഥേയത്വം വഹിക്കുന്ന കോൺഫറൻസിൽ ഭദ്രാസനത്തിലെ വൈദികരും ആത്മായരുമായ 200ഓളം ആളുകൾ പങ്കെടുക്കുന്നു. സെന്റർ പ്രസിഡന്റ് റവറൻ ബിനു T. വർഗീസ്, സെക്രട്ടറി ബിജു തോമസ് എന്നിവർ നേതൃത്വം നൽകി വരുന്നു. കൂടുതൽ സഭാവിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം മാർത്തോമ വിഷനിലൂടെ. ശാലോം.